കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കത്തോലിക്ക സഭ പരസ്യ പ്രതിഷേധത്തിനിറങ്ങിയതോടെ അനുനയ ശ്രമവുമായി BJP നേതൃത്വം. സീറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി സഭാ നേതാക്കളുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചർച്ച നടത്തും. അതേസമയം വിഷയത്തിൽ BJP സംസ്ഥാന ഘടകത്തിന്റെ നിലപാട് തള്ളുകയാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. കേക്കും വേണ്ട ലഡുവും വേണ്ട, കേക്കും വേണ്ട ലഡുവും വേണ്ട, അരമന കാണാൻ പോരേണ്ടേ. കന്യാസ്ത്രീകളെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് BJP സംസ്ഥാന ഘടകം തുടക്കം മുതൽ സ്വീകരിച്ചത്. എന്നാൽ BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിലപാടാകട്ടെ കന്യാസ്ത്രീകൾക്കെതിരും. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് സഭാ നേതൃത്വത്തിന്റെ പ്രതിഷേധം. സഭയുമായുള്ള സൗഹൃദ നയതന്ത്രം പാടുമോ എന്ന ആശങ്കയിലാണ് BJP നേതൃത്വത്തിന്റെ അനുനയ നീക്കം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സിറോ മലബാർ സഭ ആസ്ഥാനത്ത് എത്തും. കോൺഗ്രസും ഇടതുപക്ഷവും കുളം കലക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് BJPയുടെ വിമർശനം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് കഴിഞ്ഞില്ല. ന്യൂ ജനറേഷൻ ചർച്ചസ് പറയുന്നുണ്ട്, അവർ കൺവേർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അത് ജനങ്ങൾ കേരളത്തിലെ ക്രിസ്ത്യാനികൾ അത് തീരുമാനിക്കട്ടെ. കേരളത്തിലെ 90% വരുന്ന കേരളത്തിലെ ക്രിസ്ത്യാനികൾ പറയട്ടെന്ന്, ഞാനല്ല പറയേണ്ടത്. തിരുവനന്തപുരത്ത് ജോർജ് കുര്യന് നേരെ യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി കാട്ടി. BJP നിലപാടിനെയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയും വിമർശിച്ച് മന്ത്രി V ശിവൻകുട്ടി രംഗത്തെത്തി. സുരേഷ് ഗോപി പാർലമെന്റ് മെമ്പർ ഇതുവരെ മിണ്ടിയിട്ടില്ല. രാജ്യം വിട്ടു പോയോ എന്ന് തന്നെ സംശയമുണ്ട്. മറ്റൊരു കേരളത്തിൽ നിന്നുള്ള ക്രിസ്ത്യൻ കേന്ദ്രമന്ത്രി അദ്ദേഹം മിണ്ടിയിട്ടില്ല. ഇതിനിടെ BJP സംസ്ഥാന ഘടകത്തിന്റെ നിലപാടിനെതിരെ വിശ്വ ഹിന്ദു പരിഷത്ത് കേരള ഘടകം രംഗത്തെത്തി. കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്ത് നടത്തിയെന്നാണ് VHPയുടെ വാർത്താക്കുറിപ്പ്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധ പരിപാടികളും യോഗങ്ങളും നടത്താനാണ് CPI ആഹ്വാനം. BJPയും RSSും രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.